Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം ലെങ്ത് ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളൊരു വീഡിയോ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു നീണ്ട കഥയാണ് ഗൈസ്. കാരണം ഒരു ദിവസത്തെ അല്ല, നമ്മളിത് 2 ദിവസം 3 ദിവസത്തെ പരിപാടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതെ ഗൈസ്, ഞങ്ങൾ ഈ തുഴഞ്ഞപ്പോൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. അല്ല, ഈ തുഴഞ്ഞിതെത്തുന്നത് നമ്മൾ ദൈക്കാർ വരെയുള്ളൂ. പക്ഷേ നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോവാണ്, കോട്ടയം മലരിക്കല്. ഞാനും ഹരിയേട്ടനും നമ്മൾ ഉണ്ണിച്ചേട്ടനും ഏട്ടത്തിയുണ്ട്. ഞങ്ങൾ നല്ലൊരും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ 6 പേരാണ് പോകുന്നത്. 2 കുട്ടീസ് കൂടി ഉണ്ടല്ലോ. ഞങ്ങൾ 6 പേരാണ് പോകുന്നത്. അപ്പോൾ അമ്മ നമ്മളെ ബോട്ടിയേട്ടിയിൽ ഇറക്കിയിട്ട് അമ്മ നേരെ തുഴഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. നേരത്തെ വീഡിയോസിൽ കണ്ടവർക്ക് മനസ്സിലാകും, ഈ കാണുന്നതൊക്കെ നെൽപ്പാടങ്ങളായിരുന്നു ഗൈസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നെൽപ്പാടത്തിന്റെ വരമ്പിന്റെ നടുക്കൂടിയൊക്കെ നടന്നു പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ പാടമാണ് ഈ കാണുന്നത്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. എന്ത് പറയാനല്ലേ, കുറച്ച് ദിവസത്തേക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ഇതെന്തെങ്കിലും വെള്ളം പോകും. അപ്പോൾ അമ്മ ഞങ്ങളെ ആക്കിയിട്ട് അങ്ങ് പോയി, തുഴഞ്ഞ് നേരെ പോയിട്ടാണ് ഞങ്ങളിത് ആ ബോട്ടിയേട്ടിലേക്ക് എത്തി. നമുക്ക് ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് സീറോട്ടി പോയി ഇറങ്ങണം. കാരണം ഏട്ടത്തിയുടെ വീട്ടിൽ പോയി ഇറങ്ങണം. ഉണ്ണിച്ചേട്ടൻ ഏട്ടത്തിക്ക് അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം അവിടെ നിന്ന് ഉണ്ണിച്ചേട്ടനായിട്ട് കാറിന് കയറിയിട്ട് ഞങ്ങൾക്ക് കോട്ടയം പോകാൻ. ഇന്ന് കുറച്ച് നേരത്തെയാണ് ഗൈസ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ബോട്ടിൻ്റെ സമയം 6:15 പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ 5:45 കഴിഞ്ഞപ്പോൾ, കാരണം തുഴഞ്ഞ് വരണമല്ലോ ഇക്കര വരെ, എങ്ങാനും ബോട്ട് നേരത്തെ പോയാലെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പോകുന്നു. പക്ഷെ ഇത്രയും സമയമായിട്ട് ബോട്ട് വന്നിട്ടുമില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നത് കാരണം കുറച്ച് കാറ്റൊക്കെ കിട്ടുന്ന കാരണം നല്ല രസമുണ്ട്. കുറച്ചധികം സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കാല് കഴിച്ചു വിട്ടാം. പിന്നെ അമ്പലത്തിൻ്റെ മതിൽ വരമ്പ് കെട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ മുതിരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കൂടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആൾക്ക് ഇങ്ങനെ യാത്ര പോകുന്നൊക്കെ വലിയ ഇഷ്ടമാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കാരണം ആള് നല്ല വൈബായിരുന്നു, നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒത്തിരി സമയമായിട്ടോ, 10-20 മിനിറ്റോളം ഞങ്ങൾ ആ ഇരിപ്പോൾ അവിടെ ഇരുന്ന്. എന്നിട്ടും ബോട്ട് വരുന്നത് അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. നമ്മൾക്ക് പോകുന്നത് ചിലയിട്ടൊന്നും ബോട്ട് വരുന്നില്ല. അതിപ്പോൾ നമ്മൾ ബസ് കയറാൻ നിന്നാലും അങ്ങനെയല്ലേ, നമ്മൾക്ക് പോകുന്ന ഡയറക്ഷനിലോട്ട് ഒറ്റ ബസ്സും ഉണ്ടാവില്ല. അപ്പുറം സൈഡിൽ കൂടി ചുരുറാന്ന് ബസ് പോകുന്നുണ്ടാവും. പിന്നെ വെയിലൊന്നും ഇല്ല, അത് കാരണം വലിയ ചൂടും കാര്യങ്ങളൊന്നും നമുക്കില്ല. അതുമല്ല ബോട്ടുകളൊക്കെ വൈകിട്ട് സമയം കാരണം ഈ ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾക്ക് അവിടെ ഇരിക്കാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. നമുക്ക് അവിടെ തന്നെ എത്ര മണിക്കൂറുകൾ ഇരുന്നാലും നമുക്ക് മടുക്കത്തില്ല. ഞാനും വന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോട്ടിയേട്ടി വരും. അല്ലെങ്കിൽ ഹരിയേട്ടൻ്റെ കൂടെ ടൗണിൽ പോകുന്ന സമയത്താണെങ്കിലും ഭയങ്കര വാ വിളിച്ചൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം നമ്മളുടെ അവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പക്ഷേ പോകെ ഇപ്പോൾ 1.5 വർഷത്തോളം കഴിഞ്ഞില്ല. നമുക്ക് ശരിക്കും മടുത്തുന്നില്ല, എന്നാലും എപ്പോഴും കാണുന്ന കാരണം ഒരു രസം അങ്ങ് പോയി. എന്നാലും നമുക്ക് മടുക്കത്തില്ല. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാഴ്ചയൊക്കെ കാണില്ല. പിന്നെ ഗസ്റ്റുകളൊക്കെ പോകുമ്പോൾ കൈയൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബ് പിടിച്ചൊക്കെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് പൊട്ടിയിട്ടിരിക്കാം, അത്രേ ഉള്ളൂ. 6:15 വരുമെന്ന് പറഞ്ഞ ബോട്ട് ഇതാ 6:30 കഴിഞ്ഞപ്പോഴാട്ടോ ഇതാ വരുന്നത്. നമ്മൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് 3/4 മണിക്കൂറോളം ഇരുന്നിട്ട് ഇതാ നമ്മൾക്ക് ബോട്ട് വന്നു ഗൈസ്. പഴയതുപോലെ തന്നെ ഇതാ ബോട്ട് വന്നു. ബോട്ടിൽ കയറണം, പിന്നെ ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് കലാപരിപാടി ആണല്ലോ. പിന്നെ വൈകിട്ട് സമയം അത് കാരണം അത്യാവശ്യം തിരക്കുണ്ടാവും. ജോലിക്ക് പോയിട്ട് വരുന്നവരും പിന്നെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടാവും. അതുകൊണ്ട് എൻ്റെ സീറ്റ് കുറവായിരുന്നു ഇരിക്കാൻ വേണ്ടി. ഹരിയേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു, ഞാനും അഡ്ജസ്റ്റ് ചെയ്തായിട്ട് ഒരു സീറ്റ് എനിക്ക് പകുതി കിട്ടുള്ളൂ. പകുതിയില്ല, കുറച്ച് ഭാഗം, ആ ഭാഗത്തിൽ ഞാൻ ഒതുങ്ങി കൂടി ഇരുന്നു ഗൈസ്. അങ്ങനെ ഇതാ ടിക്കറ്റ് എടുത്തു. നമുക്ക് സീറോട്ടി വരെ 9 രൂപയാണ്. അപ്പോൾ എനിക്ക് ഹരിയേട്ടനും കൂടി ഇതാ 9, 9, 18. പിന്നെ അതായത് മുത്തുമോനാണ്. മുത്തുമോൻ ഞാൻ എടുത്ത് പറയും, കാരണം ഏതൊരു വീഡിയോ എടുത്താലും അവൻ മുങ്ങിക്കളയാറാണ് പതിവ്. അപ്പോൾ അതാ ഇന്ന് എനിക്ക് കശിനെ കിട്ടിയിട്ടുണ്ട്. അവൻ തൊട്ടപ്പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് വേറെ എങ്ങോട്ടോ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മളിതാ സീറോട്ടിൽ വന്ന് ഇറങ്ങി. നമ്മളിതാ അങ്ങോട്ട് നടക്കുകയാണ്, ഏട്ടത്തിൻ്റെ വീട്ടിലോട്ട് നടക്കുകയാണ്. ഈ സീറോ ചുട്ടിയും ഏട്ടത്തിയുടെ ഈ പാർക്കിങ്ങുള്ള വീടും ഏട്ടത്തിയുടെ അച്ഛനെയും അമ്മയും എല്ലാവരും ഒരുപാട് തവണ എല്ലാവരും കണ്ടതായിരിക്കും. എന്നാലും എല്ലാ വീട്ടിലും ഞാൻ ഇങ്ങനെ പറയും, ഇതാണ് ഏട്ടത്തിൻ്റെ വീട്, ഇതാണ് ഏട്ടത്തിൻ്റെ അച്ഛൻ. എന്ത് ചെയ്യാനല്ലേ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ, അത്രേ ഉള്ളൂ. ഇത് ഏട്ടത്തിൻ്റെ അച്ഛനാണ് കേട്ടോ. ആൾ അടിപൊളിയാണ്, ഭയങ്കര കോമഡിയാണ്, നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അമ്മയുണ്ട്, അമ്മ അകത്താണ് വിളക്ക് എത്തിക്കുന്നത് പരിപാടിയിലേക്ക്. ഇതിനു മുമ്പ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് വരുമ്പോഴത്തേനും അച്ഛനീരോ അഭിപ്രായങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ആൾക്ക് അതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ പതിവ് പോലെ ഏട്ടത്തിൻ്റെ വീട്ടിൽ വന്ന് കുടുവിൻ്റെ ഫോണൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണ് ആൾ ഇരിക്കുന്നത്, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ആൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പതിവ് പോലെ തന്നെ നമ്മൾ പോവാണ്. ഇന്ന് കുറച്ച് ലോങ് യാത്രയാണല്ലോ, അപ്പോൾ അത് കാരണം ഒരു ദിവസത്തേക്കുള്ള ഇതിലാണ് നമ്മളിപ്പോൾ റെഡിയായി ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഞാൻ ഒരു ജോഡി ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. കാരണം ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഇരുട്ടുന്നതിന് മുന്നേ അവിടെ എത്താമല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് കോട്ടയം കുമരകം മലരിക്കലില്ലേ, ആമ്പൽ പാടൊക്കെ നടക്കുന്ന ആ സ്ഥലം വരെ നമുക്ക് പോകണം. അപ്പോൾ കുറച്ച് ലോങ് ആണ്. അപ്പോൾ അത് കാരണം നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഹരിയേട്ടൻ ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഹരിയേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡി ആവുന്നത് ഗൈസ്. എപ്പോഴും എൻ്റെ തെറ്റാണ്. ഹരിയേട്ടൻ എന്നോട് വിളിച്ച് പറയും ഞാൻ വരുവാണെന്ന് റെഡിയായി നിന്നോളാൻ പറയും. പക്ഷേ ഞാൻ റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും താമസിക്കും. എന്ത് ചെയ്യാനല്ലേ,
നേരത്തെ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് കുടുവിൻ്റെ പേര് പറയാം, പക്ഷേ എന്നാലും നേരത്തെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, എവിടെ പോലും താമസിച്ച് ഇറങ്ങത്തുള്ളൂ. അയ്യോ ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടു. ഞങ്ങൾ എന്തിനാ കുമരകത്ത് പോകുന്നതെന്നറിയോ? ഫസ്റ്റ് പറയണ്ടായിരുന്നു, സോറി അത് വിട്ടുപോയി. കാരണം കുഞ്ഞമ്മയുടെ മോൾക്ക് ഫുൾ A+ ഉണ്ട്. ടാനുശ്രീ എന്നാണ് പേര്. കുഞ്ഞമ്മയുടെ മൂത്ത മോൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി ചേട്ടന്മാരാണല്ലോ. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളെ കാണാൻ പോകണം എന്നുള്ള ഒരു ഇത് കേട്ടപ്പോൾ നമുക്കൊന്ന് നാളെ തന്നെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ റെഡിയായി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മുല്ലിക്കിലൂടെ വന്നിട്ട് ഫാസ്റ്റ് ട്രാക്കിൻ്റെ കടക്കറി ആൾക്കൊരു ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ട്. അത്ര വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയൊന്നും അല്ല, പക്ഷെ എന്നാലും അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം. നമ്മളുടെ അനിയത്തി കൊച്ചല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ പഠിച്ച് നേടുന്ന വിജയം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വേറെ എന്താണെങ്കിലും അങ്ങനെയല്ല. നമ്മൾ വിദ്യാഭ്യാസം പഠിച്ച് ഇതാക്കുന്നത് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പോകാൻ തീരുമാനിച്ചാണ് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് ദാനുവിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഹരിയാണ്ടമ്പിൻ്റെ ബേബി ഷോപ്പിൽ കയറിയിട്ട് കുടുവിൻ്റെ ഡയപ്പറൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഡയപ്പറും വൈപ്സൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങളവിടെ മുല്ലിക്കൽ തന്നെയുള്ള കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഞാൻ ഹരിയാനായിട്ട് കയറിയാലും അൽക്രൂസ് കുറേ സാധനങ്ങൾ പുറകെ എടുക്കും. അതുകൊണ്ട് തന്നെ ഹരിയേട്ടൻ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ ഞാൻ വലിഞ്ഞു കയറി പുറകെ പോയതാണ് ഗൈസ്, നാണമില്ലാതെ. എന്നോട് വരണ്ടെന്ന് കാറായിരുന്നോളം പറഞ്ഞേ, പക്ഷേ ഇതൊക്കെ കാണാനുള്ളൊരു ത്വര കാരണം ഞാൻ ഇറങ്ങി പട്ടീനെ പോലെ പുറകെ ചെന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി ഞങ്ങളിത് ചേർത്തുള്ള സ്റ്റാൻഡിൽ വന്നിട്ട് ആൾക്കൊരു കേക്കും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സെലിബ്രേറ്റ് ചെയ്യല്ലേ, അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കേക്കും വാങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒത്തിരി കേക്ക് ഉണ്ടായിരുന്നു. നമ്മൾക്കതിൽ സിമ്പിളായിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നോക്കിയെടുത്തു. അപ്പോൾ അതിനകത്ത് ആൾ എന്തൊക്കെ എഴുതണം എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഫുൾ A+ അങ്ങനെയൊന്നും എഴുതണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ബോറായിപ്പോവും. അതല്ലാണ്ട് നമ്മൾ കൺഗ്രാറ്റ്സ് അപ്പു എന്നുള്ള, അവൾ അപ്പു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്, അനുവെന്ന് വിളിക്കും, എന്നാലും അപ്പു കൺഗ്രാറ്റ്സ് അപ്പു എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ എഴുതി നമ്മൾ കേക്കും വാങ്ങി തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറി നേരെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഓടിച്ച് നമ്മൾ കുറച്ചിങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിശപ്പ്, നല്ല വല്ലാത്തൊരു ദാഹം എന്നുള്ള ഇത്രയും ഓടി വരുന്നതല്ലേ. അപ്പോൾ അത് കാരണം എന്നാൽ എന്തെങ്കിലും കുടിക്കാം അല്ലെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും വെറുതെ ഈ ഒരു കടയിൽ വന്നു. വലിയ ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് അകത്തോട്ട് കയറിയിട്ട് വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അങ്ങനെ പുറത്ത് തന്നെ നമ്മൾ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ ഓരോ വെള്ളമാണ് പറഞ്ഞത്. എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കണമെന്ന് കൂടി ഉണ്ടായിരുന്നു. നമ്മളകത്ത് പുള്ളി ആ ഒരു ക്യാഷറാന്ന് തോന്നുന്നു, അവിടുത്തെ പുള്ളിനോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ റോളാണ് നമ്മൾ കിട്ടുമോയെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളി 20 മിനിറ്റ് 15-20 മിനിറ്റ് ഒക്കെ പറഞ്ഞു. നമുക്ക് അത്രയും ഇതാക്കാനായിട്ടുള്ള ടൈം ഇല്ലായിരുന്നു, കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും എങ്ങനെ വന്നാലും 10-11 മണി എടുത്താവുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ വേണ്ട, ജസ്റ്റ് ഒരു ലൈം മാത്രം കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴാണ് കണ്ടത് ഒത്തിരി ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അകത്തിരിക്കാനും ഡൈനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അകത്തോട്ട് പിള്ളേരൊക്കെ ആയിട്ട് അകത്തിരിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, കാരണം നമ്മൾ പുറത്ത് തന്നെയാണ് ഇരുന്നത്. ഞങ്ങൾ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം മലരിക്കൽ ഇത് അമ്പലം പൂത്ത ആ ഒരു സീസണിൽ എന്ന് വെച്ചാൽ 1 വർഷം ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ്. ആ സമയത്തുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കരമായിട്ട് ആമ്പൽ പൂത്ത് എന്ന് വെച്ചാൽ പകുതിയോളായത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലായിടത്തും നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് അത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്, കാരണം സീസൺ ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ആ ബേക്കറിലെ ഷോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഗൈസ്. കാരണം ഞങ്ങൾ എവിടെ പോയാലും ആമികയുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ. ആളിതാ സ്ട്രോ ഇട്ട് കുടിക്കുന്നതാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അത് ചവച്ചരച്ച് അത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവളുടെ നേട്ടത്തിൽ വാങ്ങി പകുതിയും കുടിച്ചു. കാരണം തണുത്തൊന്നും ആൾക്ക് പറ്റില്ല. തണുത്ത എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തുമ്മലും ജലദോഷവും പനിയും ചുമയൊക്കെ ആയിട്ട് ആകെ ഇടങ്ങേറാണ്. ഇപ്പോൾ ആമിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കുടുവിനും വരും. ഒരു ദിവസം 2 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് തിരിച്ചും. കുടുവിന് വന്നാലും 2 ദിവസം കഴിയുമ്പോൾ ആമിക്ക് വരും. കാരണം ഏത് സമയവും ചക്കരയും പീരമ്പലും അടുത്തടുത്താണല്ലോ. ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ച് ഏത് സമയവും രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ അത് കാരണം ഒരാൾക്ക് വന്നാൽ അടുത്ത ആൾക്കും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് അധികം നമ്മൾ തണുത്തൊന്നും കൊടുത്തില്ല, കുറച്ച് ലേശം കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണി എടുത്താറായിട്ടുണ്ട് കേട്ടോ സമയം. നമ്മളിനി അവിടെ എത്ര മണിക്കാണ് എത്തുമെന്ന് അറിയില്ല, കുറച്ചുകൂടി ഓട്ടോ ഉണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും എന്നാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമ്മൾ വേറെ എങ്ങും കയറുന്നില്ല, നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു 10 മണിയായിട്ടോ, കറക്റ്റ് സമയമാണ് 10 മണിയായി. നമ്മൾ നേരെ മലരിക്കൽ വന്നു. പാവം കൊച്ചിച്ചൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് നേരത്തെ ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയല്ലോ, അപ്പോൾ കൊച്ചിച്ചൻ നേരത്തെ അവിടെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ പാടമില്ലേ, ഇതാണ് മലരിക്കൽ ആമ്പൽപ്പാടം. ഇവിടെ നിറയെ ആമ്പൽ പൂക്കുന്നൊരു പാടമാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ മുട്ടുകളായിട്ട് കിളിർത്ത് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അത്രയും സ്ഥലം ഉണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് ആൾക്കാരായിരുന്നു ഈ
ഇത് സേവ് ദ ഡേറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾക്കാരുകൾ കാണാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു ഞങ്ങൾ അന്ന് വന്ന സമയത്ത്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് കൊച്ചിച്ചൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വള്ളത്തിനാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഉണ്ടാവും എന്നറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾക്ക് ഇവിടുന്ന് നേരെ നടന്ന് നമുക്ക് കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ രാത്രി ആയത് കാരണം കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വള്ളത്തിലാണ് കൊച്ചിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പകലായിരുന്നെങ്കിൽ നമുക്ക് നടന്ന് ഈ ആറിൻ്റെ സൈഡിൽ കൊടുത്ത്, ചെറിയൊരു ആറാണ്, അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാവുന്നതാണ്. അങ്ങനെ തന്നെ നമ്മൾ വള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് കൊച്ചിന് ഇങ്ങനെ മലരിക്കൽ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുപോയി കാണിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി സീസണായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഓട്ടം വളരെ കുറവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓരോരുത്തരായിട്ട് വള്ളത്തിലേക്ക് കയറാൻ കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ. കാരണം ഒരു 10:30 സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങി വരുന്ന ഒരു സമയമാണ്. അവിടെ എല്ലാവരും നേരത്തെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ, ഫുള്ള് സൈലൻ്റ് ആണ്. അത് കാരണം വെള്ളത്തിൻ്റെ അടുക്കി ഒരു സമയത്തോടെ നമുക്ക് ബോട്ടേ കൂടി ചെറിയ വെള്ളത്തിൽ കൂടി പോകാനായിട്ടൊക്കെ ചെറിയ പേടിയുണ്ട്. എന്നാലും നമ്മളിതുവരെ പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാലും നമ്മളെല്ലാവരും കൂടിയാണ് വെള്ളത്തിൽ കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ആമ്പലുകൾ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. കൊച്ചിന് ടോർച്ച് അടിച്ച് ഞങ്ങളെ കാണിച്ചു തന്നു. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളത്തിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ കണ്ടു ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ വിരിഞ്ഞ് വരുന്ന സമയമാണ്. സത്യം പറഞ്ഞാൽ പൂക്കൾ വിരിയുന്നത് ഈ രാത്രി സമയത്ത് വിരിയും. വിരിഞ്ഞ് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 8 മണി വരെയൊക്കെ ഏകദേശം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മുട്ട പോലെ ആയിപ്പോവും. പിന്നെ കാണണമെങ്കിൽ നമ്മൾ വൈകിട്ടാകുമ്പോഴേക്ക് വിരിയത്തുള്ളൂ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാനായിട്ട്. കാരണം വേറെ വള്ളങ്ങൾ, വേറെ ആളനൊക്കെ ഒന്നുമില്ല. ഫുൾ സൈലൻ്റ് ആണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളും വള്ളത്തിൽ നമ്മൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. നമ്മൾക്കിത് ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഈ പൂക്കൾ നിൽക്കുന്ന കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചിട്ട് ഞാൻ ധാമിക്ക് കൊടുത്തു. ധാമിയാണെങ്കിൽ ഉറക്കം വന്ന് ചീഞ്ഞിരിക്കുകയാണ്. ആൾ സൈലൻ്റ് ആണ്. വേറെ ബഹളം കാര്യങ്ങളൊന്നും ഇല്ല. ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നത്. സാധാരണ ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ഭയങ്കര അലമ്പ് വെക്കാറാണ് പതിവ്. ഇപ്പം നമ്മളങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു ഇതിലിരിക്കുകയാണ്. കൊടുവിന് പിന്നെ എപ്പോഴും ഒരേ ഭാവം തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നിരിപ്പ് കണ്ടില്ലേ, ഇരിക്കുന്നിരിപ്പ് കണ്ടില്ലേ. അങ്ങനെ പിന്നെ കൊച്ചിച്ചൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അവിടുത്തെ വിശേഷങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പതിയെ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നോക്കി ഉറങ്ങാതെ 2 പേര് അവിടെ ഇരിപ്പുണ്ട്. കാരണം ഞങ്ങൾ വരുന്നത് തലേദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുഞ്ഞാപ്പി ഉണ്ട്. എന്നാൽ കുഞ്ഞമ്മയുടെ ഇളയ മോളാണ്. ആള് ഭയങ്കര ഇതാട്ടോ. ഞങ്ങൾ വരുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കാരണം ആൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കൊച്ചിച്ചൻ പറയുന്നുണ്ടായിരുന്നു നോക്കി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കൊച്ചിനെ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വിട്ടിയാണ് അങ്ങോട്ട് ചെല്ലുക, അവരായിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു വിട്ടിയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന നോക്കി അവരവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മുടെ കൊച്ചിൻ്റെ വീടിൻ്റെ ബാക്കിൽ വരെ നമുക്ക് വെള്ളം വരും. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ട് ബാക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൾ അവിടെ വാതിപ്പടിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടിട്ട് നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കുഞ്ഞാപ്പി. നമ്മളെ തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ. അതിന് ചെയ്ത് അപ്പൂനെ വിളിക്കുകയാണ്. അപ്പൂ അവർ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൂനെ വിളിക്കും. ഇപ്പം അപ്പൂനെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. ഇപ്പം 2 പേരും വരും. ആമിക്കും കുഞ്ഞാപ്പിനെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാപ്പി നിൽക്കുന്നു പറഞ്ഞിട്ടാണ് ആൾ മയങ്ങിയാണ് നിൽക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞ് ചിരിച്ച് ആമിയൊന്ന് ചിരിച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് ആളിത് ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണത്. ഞാൻ പറഞ്ഞില്ലേ പോയി അപ്പൂനെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് വേറെയാണ്, നമ്മൾ ബാക്കിലാണ് ആറ്. അപ്പോൾ അത് കാരണം അവിടെ വന്നിട്ടാണ് നമ്മൾ വള്ളം എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിൽ കൂടി നടന്ന് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. കുഞ്ഞമ്മ പറഞ്ഞായിരുന്നു അതുവഴി കയറിക്കോളാണ്. അപ്പോൾ പിന്നെ എടുത്ത് പറഞ്ഞവൾക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടി വരികയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വോയിസ് ചെയ്യാനോ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അത് കാരണം വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ശോകമായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ വന്ന അകത്തോട്ടൊക്കെ കയറിയിട്ട് എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ വീട് കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ വീടായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഈ വീടിന് 60 വർഷം പഴക്കണ്ടെന്ന് കുഞ്ഞമ്മ പറഞ്ഞത്. പഴയ വീടാണ്, പക്ഷെ എന്നാലും നല്ല രസമായിട്ട് വീട്ടിൽ നിൽക്കാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണ് ഫസ്റ്റ് ടൈം വരുന്നത്. ആ സമയത്ത് എനിക്ക് നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, രാവിലത്തെ കുറച്ച് വ്യൂ ഉണ്ട്, അത് അടിപൊളിയാണ് മക്കളെ. ഞാൻ നാളെ രാവിലെ പിറ്റേ ദിവസം ഞാൻ രാവിലെ നിങ്ങളെ കാണിച്ചു തരാം. കാരണം കാണുന്നവർക്ക് ചിലപ്പോൾ വലിയ കൗതുകമായിട്ട് തോന്നത്തില്ലായിരിക്കും. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഒരു മനസ്സ് ഭയങ്കര റിലാക്സ് ആവും നമ്മൾക്ക് ആ ടൈമിലൊക്കെ വാദിക്കൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും. അങ്ങനെ ഫുൾ A+ കാര്യം ലഡുവൊക്കെ തരികയാണ്. അപ്പോൾ എനിക്ക് ലഡു കൊണ്ട് തന്നിട്ട് ഞാൻ ആദ്യം ആൾക്ക് തന്നെ വെച്ച് കൊടുത്തു. ആളാണല്ലോ, അപ്പോൾ അത് കാരണം ആൾക്ക് തന്നെ വെച്ച് കൊടുത്തു. പിന്നെ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. ഞാവൽപ്പഴം ഒത്തിരി എവിടെ നിന്നാണെന്നറിയില്ല പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് 2-3 എണ്ണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി. കാരണം വന്ന ഉടനെ നമുക്ക് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതിൻ്റെയൊക്കെ പുറകെ പോകും. അപ്പോൾ അത് കാരണം നമുക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്.
പോരുന്ന വഴിക്ക് ഒരു ആമ്പല് പറിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആമ്പല് സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൂന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് കിടക്കാൻ ആരോ ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, എല്ലാം സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ കൈകൊട്ടി ആഘോഷിച്ചിട്ടില്ല. നമ്മൾ കേക്ക് കട്ടിയാണ് ഗൈസ്. കേക്കൊക്കെ കട്ട് ചെയ്തു, ആൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. ആൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൊച്ചിച്ചൻ എന്നെ പുറത്തേക്ക് വിളിച്ചു കേട്ടോ. ഒരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. കാരണം ഞാൻ വന്ന സമയത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ പിടിച്ച് ഞാൻ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ആറുള്ളത്. അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കൂച്ചൻ സാധനത്തിന് ഇട്ടിരിക്കുന്ന ഗൈസ്. സത്യം പറഞ്ഞ കണ്ണ് തള്ളിപ്പോയി. വലിയ കാട്ടൊരു ജമണ്ട മീൻ കൂരിവാളയാണ്, 2 എണ്ണത്തിന് പിടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ കാണുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉള്ള സാധനം കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അങ്ങനെ ടോർച്ച് അടിച്ചിട്ടാണ് നോക്കുന്നത്. കലങ്ങി കിടക്കായിരുന്നു വെള്ളം, കാരണം വലുതായിട്ടൊന്നും കാണാൻ പറ്റിയതല്ല. ടോർച്ച് അടിച്ചിട്ട് അത്യാവശ്യം കുറച്ച് കണ്ടു കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സമയപ്പോൾ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് 2 എണ്ണാണ് ഉള്ളത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനായിട്ട്. മറ്റതും ഉണ്ട്, എന്നാലും ഇതിന് അത്രയും വലിപ്പമില്ല, ചെറിയൊരു സൈസാണ്. ഇപ്പൊ നമുക്ക് ഇരുട്ടേ അത് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കൊച്ചിച്ചൻ രാവിലെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ പുറത്തത്തെ കാഴ്ചകളും കലാപരിപാടികളും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീടിനകത്തോട്ട് കയറുകയാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഇനി ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെയാണ് നമ്മളുടെ മെയിൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഷെയിമായിട്ടാണ്, വേറെ ഇഷ്ടമില്ലായിക്കൊന്നും ഇല്ല. പക്ഷെ എന്നാലും അയ്യോ, അവർക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ്. ഞാൻ ക്യാമറയൊക്കെ ഇതാക്കുമ്പോഴത്തേനും എല്ലാവരും മാറിക്കളയും. കൂടുതൽ ഇത്രയും ദൂരം വന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ വന്നപ്പോൾ തന്നെ മേലൊക്കെ തുടപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ മെയിൻ സാധനം നമ്മളുടെ മറ്റേ തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. ഞങ്ങൾ വന്നതോടുകൂടി അവിടെ ഫുള്ള് ഹാപ്പി ആയി കിട്ടുക. എല്ലാവരും കുഞ്ഞാപ്പിയാണെങ്കിലും കുഞ്ഞമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളുടെ ഇവിടെ അടുത്തല്ലല്ലോ, അത് കാരണം കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് എപ്പോഴും ഇവിടെ അമ്മയ്ക്കാണെങ്കിലും പോയി വരാൻ പറ്റില്ല. അപ്പം അത് കാരണം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോഴേക്കും. അങ്ങനെ ചെന്നതിൻ്റെയും അവിടത്തെയും ഒക്കെ വിശേഷങ്ങൾ കുറച്ച് സമയം പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഏട്ടത്തി ഉണ്ണിച്ചേട്ടനും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമിക്കുള്ള ചോറാട്ടായിട്ടത്തി എടുത്തിട്ട് ആളിത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പപ്പര ഓടി നടക്കുകയാണ്. കുഞ്ഞാപ്പി ഒളിച്ചിരിക്കട്ടെ പോയിട്ട്. കുഞ്ഞാപ്പിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ നടക്കുന്ന ആള്. അങ്ങനെ അകത്ത് മൊത്തം കുഞ്ഞാപ്പി എന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് ആള് ലാസ്റ്റ് ഇട്ടിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞാപ്പി അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ആൾക്ക് എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ ചെയറിന് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ ചെന്നിട്ട് കുഞ്ഞാപ്പിനെ കണ്ടുപിടിച്ചു. അങ്ങനെ അവരുടെ വിളിച്ചും പാത്തും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. കാരണം വിശപ്പിന്റെ വിളി വന്നിക്കണം, നമ്മൾ താമസിച്ചാണല്ലോ എത്തിയത്. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ചിക്കൻ കറി, മീൻ കറി, മീൻ വറുത്തത്, മോര്, അങ്ങനെ
എല്ലാം കൂട്ടി നമ്മൾ നൈറ്റ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ത് രസമെന്നറിയോ? കാരണം രാവിലെ അവിടെ നിന്നുള്ള വെയിലും പിന്നെ ഇവരുടെ ഫ്രണ്ടിൽ തന്നെ ആറുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഒരു പ്രത്യേക വൈബാണ് നമ്മൾക്ക് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് തന്നെ. എനിക്ക് സൺകിസ്ഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മുടെ ഫേസ് ഫുള്ള് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലൂ പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് നന്നായിട്ട് വെയിലടിച്ചിട്ട് നല്ലൊരു പ്രഭാതം അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറച്ച് സമയം തെക്കുമ്പടക്കം നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആറ്റിൽ വെള്ളം അടിക്കുന്ന സൗണ്ട് കേട്ടത് നോക്കിയപ്പോൾ എന്താ കുഞ്ഞമ്മ അവിടെ ഇരുന്ന് പാത്രം കഴുകാണ്. തുണി ഇളക്കുന്നതും പാത്രം കഴുകുന്നതൊക്കെ നമ്മുടെ ആറ്റിൽ കൊണ്ടുവന്നിട്ടും കഴുകും, വെള്ളം നമ്മൾ കോരി വീടിൻ്റെ അവിടെ വെച്ചിട്ടും കഴുകാറുണ്ട് കേട്ടോ. ഇപ്പോൾ ആറ്റിൽ ഏറ്റ സമയമാണല്ലോ, വെള്ളം ഏറ്റ സമയമാണ്. അപ്പോൾ അത് കാരണം കഴുകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇറക്ക സമയമാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുനിഞ്ഞ് നിന്നിട്ട് വെള്ളം കോരി എടുക്കാനും കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ബക്കറ്റിൽ കോരിയിട്ട് മേളിൽ വെച്ചിട്ടാണ് കഴുകാറ്. അങ്ങനെ ഞാൻ പിന്നെ പല്ല് തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കടവിലോട്ട് ഇറങ്ങുകയാണ്. കടവിലിറങ്ങി കുറച്ച് സമയം നല്ല തണുത്ത വെള്ളമായിട്ടോ, കാലിട്ടപ്പോൾ തന്നെ നല്ല തണുത്ത വെള്ളമാണ്. നന്നായിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട്, നല്ല വെള്ളമായിട്ട്. ആറ്റിൽ നിന്ന് കിഴക്കാൻ ആറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്, കാരണം നല്ല തെളിഞ്ഞ വെള്ളമാണ്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ലാലാലൊക്കെ പാടി ഇവിടെ നിന്നിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോവാൻ കേട്ടോ. നമ്മൾ പല്ല് തേക്കണം, അതാണല്ലോ ആദ്യത്തെ പരിപാടി. അപ്പോൾ കൈമുഖമൊക്കെ കഴുകിയിട്ട് പല്ല് തേക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പിന്നെ ബ്രഷ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് മറക്കുന്ന കാര്യമായിരിക്കും ബ്രഷ് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ പേസ്റ്റ് കൊണ്ടിട്ട് കൈ കൊണ്ടാണ് ഗൈസ് ഞാൻ ഇന്ന് പല്ല് തേക്കുന്നത്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ ഉരച്ച് പല്ല് തേക്കാണ് ഗൈസ്. രാവിലെ ആറ്റിൽ വന്നപ്പോഴത്തേനും ഞാൻ ആദ്യം നോക്കിയത് നമ്മുടെ ഇന്നലെ രാത്രിത്തെ കുരുവാളേനെയാണ് കേട്ടോ. പക്ഷെ ആളെ അവിടെ കാണാനില്ല. അങ്ങനെ കൊച്ചനോട് തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ആളെ കൊണ്ടുപോയി രാവിലെ എന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളുപ്പിനെ പോയാലേ മാർക്കറ്റിൽ ആളുണ്ടാവുള്ളൂ, അങ്ങനെ രാവിലെ എന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൊച്ചൻ പോവാണ്. അപ്പം എന്നോട് പറഞ്ഞ് ആറ്റിൽ പോയിട്ട് ചൂണ്ടിട്ടാട്ടോ പിടിക്കുന്നത്. അപ്പോൾ ചൂണ്ടിടാൻ വേണ്ടി കൊച്ചൻ അങ്ങോട്ട് പോവാണ്. രാവിലെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ മീന എവിടെ, അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണമായിരുന്നല്ലോ. അപ്പോൾ അതിന് മുമ്പേ കൊണ്ടുപോയി കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ പോയി നോക്കട്ടെ, ചൂണ്ടിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾക്കൊരു വ്ളോഗ് എടുക്കാം, വീഡിയോ എടുക്കാൻ വേണ്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളിതാ പോവാണ്. അങ്ങനെ കൊടു എഴുന്നേറ്റായിരുന്നു കേട്ടോ. കൊടും സാധാരണ നമ്മുടെ വീട്ടിൽ നടുത്തെടുത്ത വീട്ടിൽ 10 മണിയൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. ആളിതാ ഇവിടെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ഇതാ മാച്ചും ഡ്രസ്സൊക്കെ ഇട്ട് ഇതാ പേരമ്മയും കുട്ടിയും കൂടി വാതിക്കലിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ മുല്ലിക്കയിൽ നിന്ന് വാങ്ങിയതാട്ടെ, ഈ നൈറ്റി ഫ്രോക്ക് പോലത്തെ സംഭവം. ആ സംഭവം അടിപൊളിയാണ്. കുഞ്ഞുമക്കൾക്ക് ഇടിക്കാനാണെങ്കിലും ഈ ഒരു ക്ലൈമറ്റ് ചൂടൊക്കെ ആണെങ്കിലും നമുക്ക് ഇടിക്കാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആമയ്ക്കും വാങ്ങി, ഇയാൾക്കും വാങ്ങി. രണ്ടുപേരും അത് തന്നെയായിട്ട് ഇട്ടിട്ടുള്ളത്. ഈ ഇരുത്തുന്നത് ഇരിക്കാറൊന്നും അയച്ചില്ല, പക്ഷെ എന്നാലും പിടിച്ചിരുന്നത് വെയിൽ കൊള്ളിക്കാനാണ് ഇട്ടത്. രാവിലത്തെ വെയിലല്ലേ, അപ്പം കുടുനെ കുറച്ച് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അങ്ങനെ പിടിച്ച വെയിലത്ത് തന്നെ ഇരുത്തിയിട്ടുള്ളത്. ആൾക്കതൊന്നും ഒരു വിഷയമുള്ള പരിപാടിയല്ല, കാരണം ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യാനല്ല, ആൾക്ക് അങ്ങനെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. എല്ലാം ആള് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനത്തെ അടുത്ത മാച്ച് ആള് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കറുപ്പും ഇട്ടത് അടുത്ത ആളും വന്നിട്ടുണ്ട്. ഇതായിരുന്നു ആമിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക്. 2 പേർക്കും ഒരേന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്ക് ഇടാലോ. അവരീ പറയുന്ന വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന വെച്ചപ്പോൾ ഞാൻ പറയുന്നത് 2 പിള്ളേർ നിങ്ങളുടെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നപ്പോൾ എടുത്ത് പറയാണ്. എൻ്റെ പൊന്നെ, ഈ ഒരെണ്ണത്തിനെ കൊണ്ട് നേട്ടത്തേക്ക് പറ്റുന്നില്ല, അപ്പോൾ 2 കൂടി ആണെങ്കിൽ എന്താ അവസ്ഥ നേട്ടത്തിനോട് പറയായിരുന്നു. അങ്ങനെ രാവിലെ കാപ്പി കുടിയൊക്കെയാണ്. പാലുണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, ഇഷ്ടമുള്ളത് കുടിക്കാം. അങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് നമ്മളിത് അടുക്കളയിലോട്ട് വന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ല 60 വർഷം പഴക്കമുള്ളത്, കാരണം പഴയ ഒരു അടുക്കളയാണ്. നമുക്ക് പഴയ രീതികളൊക്കെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഓൾഡായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇപ്പോഴത്തെ ഭയങ്കര ന്യൂജനായിട്ടുള്ള കാര്യങ്ങളെക്കാളും എനിക്ക് പഴഞ്ചൻ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ കൂടുതലും അടപ്പിലിട്ട് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ അടപ്പിലിട്ട് വെക്കുന്ന ഫുഡുകൾക്ക് ടേസ്റ്റ് വളരെ കൂടുതലാണ് ഗൈസ്. അത് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. കുഞ്ഞമ്മ അടപ്പേട്ടാണ് കൂടുതലും വെക്കുന്നത്. കാപ്പിക്കുള്ള സാധനങ്ങളൊക്കെ മാത്രമേ ഗ്യാസിലിട്ട് വെക്കാറുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നതിനായിട്ട് കുഞ്ഞമ്മ ഓടിക്കളയുന്നതെന്ന് പറഞ്ഞ് നൈറ്റ് ആയിട്ടിരിക്കുന്നത് അഴുക്ക ഡ്രസ്സാന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് ആൾ ഓടിക്കളയുന്നത്. അങ്ങനെ രാവിലെ അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പിന്നെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ കുളിക്കാനായിട്ടാണ്. ആറ്റിൽ കൂടി ബോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ നമ്മളുടെ നടുത്തത്തിലല്ല, ആലപ്പുഴയല്ല, അവിടെ കോട്ടയത്താണെങ്കിലും അവരൊക്കെ ആണെങ്കിലും കുളിക്കുകയും പാത്രം കഴുകുക, തുണി അലക്കുന്നൊക്കെ ആറ്റ് സൈഡായത് കാരണം ആറ്റിൽ തന്നെയാണ്. ആറ്റിൽ ഉണ്ണിച്ചേട്ടൻ നീന്തി കുളിക്കുക കണ്ടിട്ട് എന്നെ കൊതിയായിട്ട് പാടില്ല. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പേടിയാണ്, കാരണം ആഴമുണ്ട്. അതുമല്ല എനിക്ക് നീന്താൻ അറിയാൻ പാടില്ല ഗൈസ്. മുങ്ങിച്ചെത്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടുതലാരും നോക്കും, അത് കാരണം ഞാൻ ഇറങ്ങിയില്ല. ഉണ്ണിച്ചേട്ടൻ കൈയൊക്കെ പൊക്കിയിട്ട് സാഹസികങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്ക് നീന്താൻ അറിയാലോ, അവർക്ക് എന്തും കാണിക്കാമല്ലോ, നമ്മൾക്കറിയില്ല. അതുകൊണ്ട് വാ വിളിച്ച് നോക്കിയിരിക്കുക അത്ര. അങ്ങനെ ആള് കുളിച്ചു. ഞങ്ങളിതാ ഇവിടെ കരയിൽ നോക്കിയിരിക്കുകയാണ്.
അന്നേരം നല്ല രസമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആറ്റി കുളിക്കുന്ന സൈഡിലൊക്കെ നമ്മളിങ്ങനെ നോക്കിയതാ ആറ്റിൻ്റെ കടവിലിരിക്കുകയാണ്. ഈട് കാണുമ്പോൾ തന്നെ നല്ല ഫ്രെയിമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാവിലെ ഇപ്പോൾ ഒരു 8:30-9 മണി ആ ഒരു സമയമായി വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആമീനെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഊരി കൊടുക്ക്, ഒന്ന് ആറ്റിലൊന്ന് മുക്കിയിട്ട് എടുക്കാൻ പറഞ്ഞ ആൾക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇതാ ആമീനെ കൊടുത്ത്, പക്ഷെ ഒരു രക്ഷയില്ല. ആൾക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര കരച്ചിലായിരുന്നു. കാല് മുക്കിയിട്ട് ആൾക്ക് ഭയങ്കര പേടി. അത് കാരണം പിന്നെ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊക്കിയ മേലോട്ട് എടുത്ത്, കാരണം ആളൊട്ടും സമ്മതിക്കുന്നില്ല, ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ കുടുവിനെ കൊടുക്കുന്നു പറ്റും. അങ്ങനെ കുടുവിനെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇതാ പതിയെ ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കിയാണ്. ആളും കരഞ്ഞുട്ടത്താണ് ഇപ്പം ഇല്ലേ, രാവിലെയാണ്. അപ്പം അത് കാരണം ജസ്റ്റ് ഒന്ന് മുക്കി നോക്കി, കാരണം പിള്ളേരല്ലേ, അപ്പം ഇച്ചിരി കഴിയുമ്പത്തിന് നീന്തലൊക്കെ പഠിപ്പിക്കണമെന്നുണ്ട് ചേട്ടൻ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആമിക്ക് അറിയുന്ന കേൾക്കട്ടെ, കാരണം അത് കുടുവിനെ വെള്ളത്തിൽ ഇറക്കിയിട്ടാണ് ആളാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുവിനെ എങ്ങോട്ടും വിടാൻ സമ്മതിക്കത്തില്ല, വേറൊരാളെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇതാക്കിയിട്ട് വെള്ളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആളെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യല് നമുക്ക് താറാവാണ് കേട്ടോ. അപ്പോൾ ഇതാ കൊച്ചിച്ചൻ താറാവിനെ റെഡിയാക്കുകയാണ്, നമ്മളുടെ അവിടെ തന്നെയല്ല കേട്ടോ. അപ്പം അങ്ങനെ അതിനെ ഇതാക്കിയിട്ട് വെള്ളം തിളപ്പിച്ചത്, കപ്പങ്ങ ഇലയിട്ടാണ് വെള്ളം തിളപ്പിച്ചിട്ടുള്ളത്, കാരണം പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന കേട്ടോ പറയുന്നത്. അങ്ങനെ ഇതാ വെള്ളം തിളപ്പിച്ചിട്ട് ഇട്ടിതാ കുഞ്ഞമ്മയും കൊച്ചിനും കൂടി ഇതാ അതിൻ്റെ പൂടെയൊക്കെ പറിച്ചിട്ട് കളയാണ്. എല്ലാം വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന കേട്ടോ 2 പേർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മൾക്ക് തന്നെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാണിക്കുന്ന സാഹസമൊക്കെ. പിന്നെ കടയിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് ഈ വീട്ടിൽ ചെയ്യുന്നൊരു ത്രില്ല് കിട്ടില്ലല്ലോ. സംഭവം എന്താ, നമ്മൾക്ക് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും കൂടി നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോഴല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുമല്ല ഇതിനെ കൊല്ലുന്നു കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മറ്റൊന്ന് ഇത് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകുള്ളൂ അല്ലേ. കൊന്നപ്പോൾ അവൻ തിന്നാൻ തീരുമെന്നല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിന്നാൻ പോവാണ് ഗൈസ്. അങ്ങനെ കുഞ്ഞമ്മ താറാവ് കറിയൊക്കെ ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. താറാവ് കറി ശരിയാക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തത് മീൻ വറുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കുറച്ച് കഴിച്ചു നോക്കിയായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അടപ്പിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് ഗൈസ്. നമ്മൾ ഗ്യാസ് വെച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ അടപ്പിൽ വെക്കുന്ന എല്ലാ സാധനത്തിനും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ കുലസ്ത്രീ രാവിലെ കുളിച്ച് തലക്കിട്ടൊക്കെ കിട്ടിയൊക്കെ നിൽപ്പുണ്ട്. കുടുവിനെ മേല് വട്ട തുടപ്പിച്ചത്, കാരണം ആച്ചിലെന്തായാലും മുക്കിയില്ല, അത് കാരണം വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനെ കുടുവിനെ പിള്ളേരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയാകുവാണ് ഗൈസ്. പിന്നെ രാവിലെ തൊട്ടുള്ള വീഡിയോസിലൊന്നും ഹരിയേട്ടനെ കാണാനില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു, കാരണം ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആൾ പോയിട്ടാ. 6:30 ആയപ്പോഴത്തേനും ആൾ ഇവിടെ നിന്ന് വിട്ടുപോയി. ആൾക്ക് ഓട്ടോ ഉണ്ടായിരുന്നെന്നും പറഞ്ഞിട്ട് ആൾ രാവിലത്തെ കോട്ടയം ബോട്ടിന് അവിടെ നിന്ന് നമ്മുടെ ആലപ്പുഴയ്ക്കുള്ള ബോട്ടേ കയറി ആൾ നാട് വിട്ടു ഗൈസ്. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു നാളെ ബുക്കിംഗ് ഉണ്ട്, ബുക്കിംഗ് ഉണ്ടെന്ന് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബുക്കിംഗ് ഉണ്ട്, പോവാണ് എന്ന് പറഞ്ഞിട്ട് കുടുവിനോടും പറഞ്ഞ് ഉമ്മയും കൊടുത്തിട്ട് ആൾ രാവിലെ പോയി. അങ്ങനെ ഹരിയേട്ടനില്ലാത്ത സങ്കടത്തിൽ ഞാൻ പാലപ്പവും താറാവ് കറിയും കൂട്ടി കഴിക്കുകയാണ് ഗൈസ്. ഹരിയേട്ടനില്ലാത്ത സങ്കടം കാരണം ഞാൻ ഒരപ്പം കൂടി എക്സ്ട്രാ കഴിച്ചു. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാവുള്ളൂ. എന്താണെന്ന് അറിയാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടാ. ചോറുണ്ടായിരുന്നു, പക്ഷെ ചോറ് എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. താറാവ് കറിയുടെ കൂടെ ചോറ് ചേർത്തില്ല ഗൈസ്. അങ്ങനെ താറാവ് കറിയും അപ്പമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കേക്കും കഴിച്ചു, കാരണം നല്ല എരിവായിരുന്നു കറിക്ക്. കാരണം ഒരു കേക്കും കഴിച്ചിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകുവാണ്. ഇപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്. ഞങ്ങളിതാ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. കുടുംബത്തെ പുറത്തിരിക്കുന്നുണ്ടല്ലേ, അത് കഴിച്ചതിൻ്റെ പഴംപൊരിയുടെ ബാക്കിയാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഏട്ടനും ഏട്ടത്തെയും കൂടി എൻ്റെ കുട്ടീനെ കുളമാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, അവിടെ മറുകിട്ട് ഇവിടെ മറുകിട്ടു, പൊട്ട് തത്തു, അത് തൂത്ത് കളഞ്ഞു, ആകെ ബഹളം. ഏട്ടത്തി മറവ് കുത്തി, അത് കണ്ടിട്ട് ആള് പറഞ്ഞ് അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആള് പൊട്ട് കുത്തി ഇത് തൂത്ത് കളഞ്ഞു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് തൂത്തും വച്ചൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അവരവരുടെ പാട എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടില്ല. നമുക്ക് അനുവിനെ കാണാം ഗൈസ്. ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പം അനുവിനെ കണ്ടു. അനുവിനെ നോക്കിയിട്ട് ആൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഷോ ഓഫ് ഒക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞു അനുവിനെ കുറച്ച് വീഡിയോസ് എടുക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അനുവിനെ വിളിക്കുകയാണ്. അനു പക്ഷേ വന്നു കേട്ടോ. ആദ്യമൊന്നും വരുത്തുന്നില്ലായിരുന്നു, ആൾക്ക് ഭയങ്കര നാണായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആൾ വന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങളിതാ റെഡിയായി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ തലേ ദിവസം വന്ന ഡ്രസ്സ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നില്ല ഗൈസ്. കാരണം പിറ്റേ ദിവസം ഇന്ന് നമ്മൾ പോകും എന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പോക്ക് നടക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ലുലുവിലോട്ടാണ് പോകുന്നത്, നമ്മുടെ കോട്ടയം ലുലുവിലോട്ട്. കാരണം നമ്മൾ വന്നേയില്ല. അപ്പോൾ ഇവരായിട്ടൊക്കെ ഒന്ന് അവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതുവരെ പോയിട്ടില്ല ലുലുവിൽ ഇവിടെ കോട്ടയത്ത്. അപ്പോൾ അതാണ് എന്നാൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ റെഡിയാಗಿ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ഇന്ന് കഴുകിയിട്ടിട്ട് വേണം നാളെ എനിക്ക് തിരിച്ചിട്ടുണ്ട് പോകാൻ, മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോസിൽ ഫുള്ള് ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ മുൻകൂട്ടി പറയുകയാണ് ഗൈസ്.
അങ്ങനെ ഇതാ എല്ലാവരും ഒരുങ്ങി ഇറങ്ങുകയാണ്. നമ്മൾ ലുലുലോട്ട് പോകാനുള്ള തിരക്കിൽ ഇതാ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാം. കുഞ്ഞമ്മ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളും പോകുന്നില്ല, നമ്മൾ വന്നേല്ല, അപ്പോൾ എല്ലാവരും കൂടി പോകുന്നില്ല, എന്നിട്ട് സന്തോഷം. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വാ, കുഞ്ഞമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം പിടിച്ചെടുത്താലും ഞാൻ ആളെ പൊക്കി. ഇതാട്ടോ കുഞ്ഞമ്മ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ 7 മക്കളാണ്, അപ്പോൾ അതിൽ ഇതാണ് സുധി കുഞ്ഞമ്മ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ആൾ നിന്ന് കയറുന്നുണ്ട് കേട്ടോ. കാരണം ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണല്ലോ. അല്ലാത്ത സമയത്ത് ആൾ നിന്ന് കയറത്തൊന്നുമില്ല. കാരണം നയിച്ചാണ് അലമ്പാന്നൊക്കെ പറഞ്ഞിട്ട് ആള് മാറിക്കളയും. അങ്ങനെ എന്താ കൊച്ചിച്ചൻ വെള്ളം കിടക്കുന്ന സ്ഥലത്തൊക്കെ നോക്കുകയാണ്. കണ്ടോ ഇതാണ് അമ്പൽപ്പാടാണ്. ഇത് അങ്ങ് അറ്റം വരെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കില്ലേ. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലുണ്ട്. ആ പാടമാണിത്. ഇപ്പം ഒന്നും ആയിട്ടില്ല, എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. 2-3 മാസം കഴിയുമ്പോഴൊക്കെ ഓക്കെ ആവുമായിരിക്കും. ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. 1-2 നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി കാണിച്ചില്ലേ, 1-2 നിൽപ്പുണ്ട്. എന്നാലും നമ്മൾ അങ്ങോട്ട് ഇപ്പം ഇറങ്ങുന്നില്ല, നമ്മൾ കോട്ടയം അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ എന്തായാലും പോയിട്ട് വരുമ്പോൾ രാത്രി ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. പക്ഷേ എനിക്ക് രാത്രിക്ക് മുന്നേ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലുലുവിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ പോകുന്നത് സമയം ഇപ്പോൾ ഒരു 5:30-6 മണി അടുത്തായിട്ടുണ്ട്. എങ്ങനെ വന്നാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ 10 മണിയെങ്കിലും ആകും. ഞങ്ങൾ പോകുന്നത് കൊണ്ട് എന്തായാലും താമസിക്കും. അങ്ങനെ താ നമ്മൾ വണ്ടി ഇട്ടെടുത്ത് വന്നു. കണ്ടില്ലേ, സൺസെറ്റാണ് മക്കളെ കാണുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഈ ടൈമിലൊക്കെ അപ്പുറത്തോട്ട് കുറച്ച് മാറിയിട്ടൊക്കെ കുറേ പിള്ളേരൊക്കെ വന്നൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കാഴ്ച കൊള്ളാനും. അതുപോലെ വണ്ടിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും വണ്ടി നിർത്തിയിട്ടൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യും. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നല്ല ഭംഗിയില്ലേ കാണാൻ, സൺസെറ്റ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ ആ പതിവ് പോലെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇവിടെ പോയാലും ഞാൻ പിന്നെ ഫോൺ എടുത്ത് നടക്കുന്നതാണ് എല്ലാവരും പരാതി. ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കൊണ്ടല്ലേ ഞാനിത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേനും നിങ്ങൾക്കാണെങ്കിലും കണ്ട് ആസ്വദിക്കാൻ പറ്റുമല്ലോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞമ്മയ്ക്കും കൊച്ചിച്ചനൊക്കെ ആണെങ്കിലും കാണുമ്പോൾ എന്തോരം സന്തോഷം ഉണ്ടാവും അല്ലേ. ആ ഒരു നിമിഷങ്ങൾ നമ്മൾ കഴിഞ്ഞു പോകും, നമുക്കത് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ ഒരു വീഡിയോ ആക്കി വെക്കുമ്പോഴത്തേനും നമുക്ക് റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ. ഇത് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതാരും. ഞാൻ ഫോൺ കൊണ്ടുവരുമ്പോൾ എല്ലാവരും മാറിക്കളയും. എന്നാലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മൾ ഓടിച്ചതാ നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്താണ്, പുതിയതാണെന്ന് കേട്ടോ തോന്നുന്നത്. പുറത്തുനിന്ന് പാർക്കിംഗ് സൗകര്യമുണ്ട്. 2000 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. പുറത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ബമ്പം പരിപാടിയാണ്. നമ്മൾക്ക് ഞാൻ എടപ്പള്ളി പോയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെയാണ്. പിന്നെ തിരുവനന്തപുരത്ത് ഇതുവരെ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ കവാടത്തിലൂടെ അകത്തേക്ക് കയറുകയാണ്. ഒരു കൊട്ടാരത്തിലൊക്കെ കയറുന്നൊരു ഫീല് പോലെ ഇല്ലേ. എനിക്കങ്ങനെ തോന്നുന്നില്ല, ഞാൻ വെറുതെ ഒരു ബിൽഡപ്പിന് വേണ്ടി പറഞ്ഞാണ് ഗൈസ്. അങ്ങനെ നമ്മൾ താഴത്ത് വന്നപ്പോൾ കുഞ്ഞമ്മയുടെ പരിചയക്കാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ വീടിനടുത്തും പിന്നെ പരിചയക്കാരൊക്കെ ഒത്തിരി പേര് ലുലുവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ മേളിലേക്ക് കയറണം. താഴത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ലൈബ്രറി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജെൻസിൻ്റെ കൂടുതൽ താഴത്തുണ്ട്. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം മേളിലാണ്. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ വഴി നമ്മൾ മേളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. സൺഡേ കൂടി അത് കാരണം നല്ല തിരക്കുണ്ടായിട്ട് നമ്മൾ ഭയങ്കര തിരക്കാണ്. നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. ഏട്ടത്തി പിന്നെ കുച്ചിച്ചനും അവിടെ തന്നെ നിന്ന് ഗൈസ്. കാരണം പിന്നെ അവർക്ക് കയറാൻ ഏട്ടത്തിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്നാലും കൊച്ചിനെയും കൊണ്ട് കുച്ചിച്ചനും കയറാൻ വേണ്ടി പേടിയാണ്. അത് കാരണം അവരവിടെ തന്നെ നിന്ന് ഞങ്ങളിങ്ങ് കയറിപ്പോരുകയും ചെയ്തു. ഞാൻ എന്നിട്ട് മേളിൽ നിന്നിട്ട് അവരെ താഴത്തോട്ട് നോക്കുകയാണ്. കുറച്ച് മുമ്പ് കയറുന്നതിന് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെ കാണാനില്ല. അങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ലിഫ്റ്റ് വഴി കയറി വന്നു ഗൈസ്. അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് മനുഷ്യരല്ലേ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. അവർക്ക് ശരിയായില്ല. അങ്ങനെ ലിഫ്റ്റിൽ കയറി അവർ മേളിൽ പോകും. നമ്മൾ ഏത് ദിശയിലോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി നേരെ നടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കോർട്ടിലാണ്. നമ്മൾ ഫസ്റ്റ് വന്നതും അങ്ങോട്ടാണ് ഗൈസ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ച് നടന്നിട്ട് ഗെയിമിംഗ് സെക്ഷനിലോട്ട് വന്നു. കിഡ്സിൻ്റെ തന്നെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. എൻ്റെ പൊന്നോടാ എന്തുമാത്രം ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ, ഇങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചുറ്റി നടന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ഗെയിമിന് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സംഭവം ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പാവക്കുട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ അത് നമ്മൾ കളിക്കണമെങ്കിൽ 100 രൂപ എന്താണ് ഒരു പ്രാവശ്യം കളിക്കുന്നെങ്കിൽ. അങ്ങനെ അത് നമ്മൾ അവിടെ ചെന്ന് തിരക്കിയായിരുന്നു. പക്ഷേ അങ്ങനെ പറ്റത്തില്ല. അവർ 1180 രൂപയുടെ എന്തോ ഒരു കാർഡുണ്ട്. അത് നമ്മൾ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്കിത് കളിക്കാൻ പറ്റത്തുള്ളൂ. ആ
ഒരു സെക്ഷനിൽ 60 രൂപ 80 രൂപ അങ്ങനെ 100 രൂപ എല്ലാത്തിനും ഓരോരോ ഇതുണ്ട്. നമ്മൾ ആ കാർഡ് സ്വൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഓരോ ഗെയിമും കളിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ഗെയിമിനും വിൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോയിൻറ്റും കിട്ടും. കണ്ടോ, ഇതാണ് അവിടുത്തെ പ്രൈസ് ചാർട്ട് വെച്ചിരിക്കുന്നത്. നമ്മളത് എടുത്തില്ല, കാരണം 1180 രൂപ കൊടുത്തിട്ട് കളിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ആ ഒരു ഇത് വിചാരിച്ചിട്ടാണ്, ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ അതെടുത്തില്ല. കുറച്ച് സമയം അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോന്നു. പിന്നെ പിള്ളേർ ഒരുപാട് ഇതുണ്ടായിരുന്നു. നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് കുറച്ച് സമയം ആൾക്കാരൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഈ ഓടിക്കുന്ന ഇതില്ലേ, നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ടി മാത്രമായിട്ട് അവർ നമ്മൾക്ക് ഇത് ചെയ്തു തരത്തില്ല. ആ ഒരു പാക്കേജാണത്. 1180 പാക്കേജ് ഫുൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് എല്ലാം നിന്ന് കണ്ടു. കൂടുതൽ നിർത്തിയിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ ആൾ ഭയങ്കര കൗതുകത്തോടെ നോക്കണം എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ആൾ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ അടിപൊളിയായിട്ട് നിന്നു. ഫുള്ള് ലൈറ്റും സൗണ്ടും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് കാരണം ആളതൊക്കെ നോക്കി നിന്നു. പിന്നെ പിള്ളേരുമായിട്ട് വരികയാണെങ്കിൽ കാശ് പോകുന്ന വഴി അറിയില്ല എന്ന് പറയില്ല, അതുപോലെ തന്നെയാണ്. കാരണം അതിന് മാത്രം അൽക്ലൂസ് പരിപാടികൾ ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം പിള്ളേരെയൊക്കെ ആകർഷിക്കുന്ന ഓരോ പരിപാടികളാണ്. ഈ ബൈക്കിലിരിക്കുന്നവന്മാരിൽ ഞാൻ കുറച്ച് സമയം അവന്മാരെ തന്നെ ശ്രദ്ധിച്ചിട്ടോ, പറയണെന്നിട്ടാ പിടിച്ചിരുന്നോടാ നേരെ പോവുകയാണ് നമ്മൾ, അങ്ങനെ ഇങ്ങനെ ഒരു പിള്ളേരുടെ ഇതിൽ പറയുമല്ലോ, അങ്ങനെ ഇതൊക്കെ അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സെക്ഷനിലോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ ബാഗ് നമ്മൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത് തരും മറ്റേ സംഭവം വെച്ചിട്ട്. അങ്ങനെ ബാഗൊക്കെ നമ്മൾ ലോക്ക് ചെയ്യാൻ കൊടുത്തു. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെടുത്ത് വെക്കത്തില്ല, നമുക്ക് അവിടെ വെക്കാം, പക്ഷെ അല്ലാണ്ട് അവരെടുത്ത് വെക്കത്തില്ല. നമ്മൾക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തന്നു. നെക്സ്റ്റ് നമ്മൾ കിഡ്സിൻ്റെ തന്നെ ഡ്രസ്സിങ് സെക്ഷനിലോട്ടാണ് പോയത്. ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ, കുഞ്ഞു പിള്ളേർക്ക് പറ്റിയിട്ടുള്ള. ഞാൻ ഡെലിവറിക്ക് മുന്നേ വെച്ചാൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നാണെങ്കിൽ മോളിലൊക്കെ പോകുമ്പോഴത്തേനും കുഞ്ഞു മക്കളുടെ എന്ന് വെച്ചാൽ പെൺപിള്ളേരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞ് പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇതേപോലെ ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ അവൾ ഇടിയിക്കാമല്ലോ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈശ്വരനൊരു പെൺകുഞ്ഞിനെ തന്നു. പക്ഷേ ഇപ്പം നമുക്ക് വാങ്ങിക്കാനായിട്ട് നടക്കില്ല, കാരണം എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പിന്നെ 1-2 നോക്കിയിട്ടാ, അങ്ങനെ എല്ലാം എടുത്ത് വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിച്ചേട്ടനും ആമിക്കും ഇവൾക്കും കൂടിയിട്ട് ഓരോന്നൊക്കെ വെച്ചൊക്കെ നോക്കി. ഞങ്ങൾ ഇവർക്ക് കൂടുതലും ഡ്രസ്സ് എടുക്കുന്നത് സ്റ്റുഡിയോന്ന് ട്രെൻഡ്സിൽ നിന്നൊക്കെ ആട്ടോ. സ്റ്റുഡിയോ എന്നാണ് കൂടുതലും എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ മോളിലൊക്കെ വരുമ്പോൾ എടുക്കുന്നത്, അല്ലാതെ അങ്ങനെ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കാറില്ല. കാരണം സ്റ്റുഡിയോ എന്നൊക്കെ ആകുമ്പോൾ കുറച്ച് വില കൂടുതലാണെങ്കിലും നമ്മൾക്ക് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലിടാൻ പറ്റിയ അല്ലെങ്കിൽ പുറത്ത് വെയർ ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം 600 700 അതിന് എബോവ് ആണ് എല്ലാം. ചെറിയ ചെറിയ പ്രൈസിലുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല. അല്ലെങ്കിലും പെൺകുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ്. എവിടെ ചെന്നാലും അതെ, സ്റ്റുഡിയോയിലേക്കാണെങ്കിലും അല്ലാണ്ട് വേറെ ട്രെൻഡ്സിലൊക്കെ എവിടെയാണെങ്കിലും എല്ലാം 500 എബോവ് ആണ് എല്ലാ ഡ്രസ്സിൻ്റെയും റേറ്റ് വരുന്നത്. പിന്നെ അവിടെയൊക്കെ നടന്നിട്ട് എല്ലാം നമ്മൾ വെച്ച് നോക്കി എടുത്ത് നോക്കിയില്ല, നല്ല ഭംഗിയുള്ളതാണ്. എന്ത് കണ്ടാലും വാങ്ങിക്കാൻ തോന്നും, കാരണം എല്ലാത്തിനും നല്ല റേറ്റ് അത് കാരണമായിട്ട് കണ്ടതള്ളി ഇപ്പോൾ തിരിച്ചു പോകുന്നത്. അങ്ങനത്തെ വേറെ സെക്ഷനായിട്ട് ഇത് വെച്ച് പറന്നിരിക്കുന്ന പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇല്ലേ, നല്ല ഭംഗിയുള്ള ഡ്രസ്സായിട്ട് എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് പക്ഷേ ഇതൊന്നും ഇങ്ങനത്തെ കുടുവ് ആമി ഇതൊന്നും ഇടത്തില്ല, കാരണം അവൾക്ക് മേല് ചൊറിയെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഡ്രസ്സൊന്നും അവൾ ഇടത്തില്ല. കുടുവിന് ഇഷ്ടമാണ്. അവൾക്ക് ഞാൻ കൊടുത്തിട്ട് കളർ കണ്ടിട്ടാന്ന് തോന്നുന്നു അവൾ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ ചെടി ഇരിക്കുന്ന അങ്ങോട്ട് വന്നിട്ടായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അപ്പോഴും കൊടുത്തു. വേറൊരു റെഡ് കളർ ഉണ്ട്, അതെടുത്തിട്ട് ഞാൻ കുഞ്ഞാപ്പിക്കും കൊടുത്തു. ഞാൻ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അവർക്ക് കൊടുത്ത് ചാറ്റയും കൊടുത്തിട്ട് പോകുന്ന കേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഞാൻ വെറുതെ ഷോയ്ക്ക് കാണിച്ചാണ്. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല പഞ്ഞി പിഞ്ഞി പോലിരിക്കണം. അപ്പോൾ എന്തായാലും റേറ്റ് നോക്കിയേക്കാം, കുടുവിന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റേറ്റ് നോക്കിയതാണ് ഗൈസ്. കുഞ്ഞാപ്പി നോക്കിയിട്ട് കണ്ണു തള്ളി, പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാനും കണ്ണു തള്ളി, ഇനി നിങ്ങളും കണ്ണു തള്ളു. കണ്ടില്ലേ, 2479 രൂപ ഒരു ടെഡി ബിയറിന്. അത് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു. കുഞ്ഞാപ്പിനെ കയ്യെ പിടിച്ചിട്ട് ഞാൻ പറയും, വാ നമുക്ക് പോകാം, നമുക്ക് വേറെ സെക്ഷൻ കാണാം. അങ്ങനെ പിന്നെ അവളെ പൂക്കടയിലേക്കാണ് കൊണ്ടുവന്നത്. ഒരുപാട് ഇങ്ങനെ ഷോക്കേഴ്സിൽ വെക്കുന്ന കുറേ ഇതൊക്കെ ഉണ്ട്, പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി. എല്ലാത്തിനും റേറ്റ് കൂടെ അതിരിക്കുന്നതൊക്കെ 1000-1500 രൂപ റേഞ്ചിലാണ്. അതും അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേസ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വന്നത് ഒട്ടും പൈസ ചിലവില്ലാത്തൊരു സെക്ഷനിലേക്കാണ് കേട്ടോ. കാരണം കണ്ടോ, നല്ല ഭംഗിയിലേക്ക് കാണാൻ. പക്ഷേ തൊട്ടാ കാശാണ്. താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം വെക്കേണ്ടി വരും, കാരണം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അമ്മാതിരി റേറ്റാണ് കേസ്. അതുകൊണ്ട് എന്നെ കുഞ്ഞാപ്പി എടുത്ത് നോക്കിയപ്പോഴത്തേനും അവന് ഒപ്പം തന്നെ മേടിച്ച് തിരിച്ചു വെച്ചു. കാരണം വേറൊന്നുമല്ല, കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് പോകുമല്ലോ. ഈ ഒരു ചെറിയ സാധനത്തിന് തന്നെ 400 രൂപ അടുത്ത് വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും 2000 3000 4000 ആ റേഞ്ചിനാണ് വരുന്നത്.
അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈഡിലോട്ട് മാറി വേറൊരു സെക്ഷനിലോട്ട് വന്നു ഗൈസ്. ഇവിടെ എന്തൊക്കെയാണോ അവിടെയും ഫ്രെയിമും പിന്നെ മാറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നു. അതിനിടയ്ക്ക് കൂടുകയറിഞ്ഞിട്ട് ഞങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഓർഡർ ചെയ്തിട്ട് ഇതാ അവിടെ ഇരിക്കുകയാണ്. ആമി പിന്നെ ഭയങ്കര അലമ്പാണല്ലോ, എവിടെ ചെന്നാലും അലമ്പ് തന്നെയാണ്. ആൾ ടേബിളിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുമായിരുന്നു. കുറേ സമയം ഒച്ചയമ്പകളൊക്കെ എടുത്ത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതുപോലത്തെ ഒരു പിരിവിരുത്തതാണെന്ന് മനസ്സിലായ കാരണം പിന്നെ ആരും ശ്രദ്ധിക്കാണ്ടായി. എന്തായാലും കുറച്ച് നാൾ കൂടി ഞാൻ സേഫാണ് ഗൈസ്. കാരണം ഇരിക്കുന്ന മുതൽ ഇപ്പോൾ എല്ലാം കണ്ടു തുടങ്ങുന്നല്ലേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും ആള് അതിനേക്കാളും വെട്ടിയതാകും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും. എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതും നോക്കി ഇരുന്നോളും. കണ്ടില്ലേ അലവാടിയൊക്കെ അവിടെയായിട്ടൊക്കെ അടിച്ചൊക്കെ ഇരിക്കും. വിളിക്കുകയാണെങ്കിൽ ഇപ്പം ആളെ ഞാൻ വിളിക്കുമ്പോഴത്തേനും നോക്കൂട്ടെ, ഞാൻ ഇങ്ങോട്ട് നോക്ക് കൊടുവെന്ന് പറഞ്ഞാൽ നോക്കും. ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും. അതൊക്കെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അതാ എടുത്ത് ടേബിളിൻ്റെ പുറത്തെടുത്ത് നിർത്തിയിട്ട് ഞാൻ ചിരിക്കാൻ പറയാണ് കുടുവിനോട്. അപ്പോൾ ആൾ ചിരിച്ച് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ അവളെ പിന്നെ ഉണ്ണിച്ചാണ്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഏട്ടത്തിലേക്ക് അടുത്ത് വന്നിരുന്ന് ആമിനെ ഏട്ടത്തി മുറുക്കെ പിടിച്ചിരിക്കണം. കാരണം കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓടിക്കളയും. അപ്പം അത് കാരണം ആൾ പാട്ട് പാടുകയാണ് കേട്ടോ. ആളെ ഏട്ടത്തിൻ്റെ കൈ ഇരുന്നിട്ട് ലാലാല പാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിരിവിരിപ്പാണ്, കണ്ടില്ലേ. കുത്തി പാവ ഏട്ടത്തിയുടെ ഒരു അവസ്ഥ. അങ്ങനെ അവിടെ നോക്കി ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾ അനുവിൻ്റെ ഉണ്ണിച്ചേട്ടൻ കൊടുത്തിട്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു. KFC ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാമിലി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഓഫർ ഉണ്ടായിരുന്നത് ഫാമിലി ഇതിനാണ്. അപ്പോൾ ബക്കറ്റിനാണ് ഓഫർ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതും ലൈമും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊച്ചിനും ഉണ്ണിച്ചാണ്ടും കൂടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ണിച്ചാണ്ട് തന്നെ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഒറ്റ കൈ പിടിച്ചാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം എടുത്തു കേട്ടോ കുടുവിന്. ആ സമയത്ത് ഞാൻ ഒരു പീസ് കഴിച്ചുള്ളൂ അതിന്. പിന്നെ കുടു നല്ല കരച്ചിലായ കാരണം ഞാൻ പിന്നെ അവളുടെ നിന്ന് മേടിച്ചു. എന്താണെന്ന് അറിയാൻ പാടില്ല, നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് അറിയാൻ പറ്റൂലേ. എന്നോട് ഏട്ടത്തിയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏട്ടത്തി എപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുന്നു അപ്പോൾ ഒന്നെങ്കിൽ ആമിക്ക് അപ്പിടണം, ഇല്ലെങ്കിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് ശരിയാണ്, ഞാൻ കഴിക്കാതിരുന്നത് എങ്ങനെ വയലോട്ട് വെച്ച് ചവക്കാൻ വരുമ്പോഴത്തേനും കൂടും, അപ്പോൾ കരച്ചിൽ തുടങ്ങും. അങ്ങനെ KFCന്ന് ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മൾ ഡിപ്പിലൊക്കെ മുക്കിയിട്ട് ഞാൻ കഴിക്കുകയാണ് കഴിച്ച്. സംഭവം അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അനു കഴിക്കുന്നതാ അവൾ നോക്കിയിരിക്കുകയാണ്. പാവം കുട്ടി, കഴിക്കാൻ പറ്റത്തില്ലല്ലോ, നോക്കിയിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഊട്ടിക്കൽ കഴിഞ്ഞെങ്കിൽ നമ്മൾക്കിതൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ആൾക്ക്. അത് കാരണം ഭയങ്കര സങ്കടം ഉണ്ട്. ആളെ നോക്കിയിരുത്തി കഴിക്കുന്നതിൽ ഭയങ്കര സങ്കടം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് തൊട്ട് കൊടുക്കാമെന്ന്. പക്ഷേ ഇതൊട്ടും കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അനുവിൻ്റെ കൈ ഇരുന്നിച്ച് ആൾ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആൾക്കത് വേണം, കഴിക്കുന്ന സാധനം ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നുണയുന്നുണ്ടായിരുന്നിരുന്ന് അതുമേട്ട് തന്നെ ആട്ടോ പാവം നോയിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ച ആൾക്ക് കിട്ടുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചിട്ട് അടിക്കുകയാണ്, എന്നാലും ആൾക്ക് കിട്ടുന്നില്ല അത്. അങ്ങനെ സാവധാനം ഇരുന്ന് ഞങ്ങൾ ഓരോന്നായിട്ട് കഴിക്കാനായിട്ടാണ്. ഇന്ന് വാങ്ങിച്ചപ്പോഴത്തേനും കൊച്ചും പറഞ്ഞു തീരത്തില്ല, ആര് കഴിക്കാനാണ്. പക്ഷേ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം തീർന്നു. നമ്മൾ കഴിച്ച സമയത്തൊക്കെ ഇല്ലേ, ആമി താഴെ കിടന്ന് നിരങ്ങുമായിരുന്നു. ആൾക്ക് വേണ്ട, കൊടുത്തിട്ട് പോലും അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ റെഡിയാകുമ്പോഴാണ് ആളുടെ കഴിപ്പ് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ആ ഒരാൾക്ക് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ഫുഡടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവുകയാണ് ഗൈസ്. നമ്മൾ കൈ കഴുകണം. കൈ കഴുകിച്ചാണ് നമ്മൾ പിന്നെ താഴത്തോട്ട് പോവാണ്. ഇനിയിപ്പോൾ താഴത്തേക്കല്ല, മേളിലേക്ക് പോവാണ്. ഇത് 4 നില ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ വന്നു ബാത്റൂമിൽ വന്നിട്ട് കൈ കഴുകാണ്. കൈ കഴുകിയിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷേ നമ്മൾ ലിഫ്റ്റ് കയറി മേളിൽ പോയി ഇറങ്ങി നമ്മൾ പക്ഷേ ചീറ്റിപ്പോയി ഗൈസ്. കാരണം 2 നിലയേ ഉള്ളൂ. പിന്നെ തിരിച്ച് നേരെ താഴത്ത് വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി. ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അടിപൊളി ചോക്ലേറ്റ് ആട്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ തോന്നും. പക്ഷേ ഒന്നും വാങ്ങിയില്ല ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പെർഫ്യൂം അങ്ങനത്തെ സ്പ്രേ രണ്ടൊന്നാണല്ലോ. പിന്നെ അല്ലാണ്ട് ഇത് സോപ്പ് പൊടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ, ബൈ 1 get 1 ഓഫറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കണ്ണു വന്നത് പാമ്പേഴ്സിലായിട്ട് അവളുടെ കണ്ട ഏട്ടത്തിരെ കണ്ണു വയ്ക്കുക. ഞങ്ങൾ പണ്ട് ലിപ്സ്റ്റിക്കും പൊട്ടും ഇതൊക്കെ നോക്കിയിരുന്ന ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും വൈപ്സും അതുപോലെ തന്നെ ഈ ഡയപ്പറൊക്കെയാണ് ഗൈസ് ഞങ്ങൾ നോക്കുന്നത്. 1 രൂപയ്ക്ക് ഓഫറിന് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അത് മാക്സിമം വാങ്ങിക്കാനാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് ഗൈസ്. എന്തായാലേ കാലം പോയൊരു പോക്ക്. പണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ചോക്ലേറ്റ്, കമ്മലും, മാല, അതുപോലെ ഡ്രസ്സ്, അങ്ങനെ ചെരുപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ നോക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ പാത്രം കഴുകുന്ന സാധനം, തുണി കഴുകുന്ന സാധനം, അതുപോലെ തന്നെ ഈ കുഞ്ഞുമക്കളുടെ സാധനം. സത്യം പറഞ്ഞാൽ ശരിക്കും തള്ള വൈബായി പോയില്ല ഞങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ തള്ളകളാണല്ലോ, 2 പിള്ളേരുടെ അമ്മകളാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോകും. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു സെക്ഷനിൽ വന്നു. ഒരുപാട് തരം ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ കാണാത്തൊരു
കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സ് വരെയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാം നമ്മൾ നോക്കി ഒന്നും വാങ്ങിയില്ല എന്നതാണ് സത്യം. കാരണം റേറ്റിൻ്റെ അല്ല, നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ജസ്റ്റ് വന്നപ്പോഴേക്കും ഈ സെക്ഷനിലൊക്കെ നോക്കിയെന്നുള്ളൂ. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് ഡേറ്റ്സ് വാങ്ങിയിട്ട് അവൾ അത് കഴിക്കും നന്നായിട്ട്. അപ്പോൾ അത് കാരണം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ വേറൊരു സൈഡിലുണ്ട്. പിന്നെ ഞാനും അനുവും കൂടി ചോക്ലേറ്റിൻ്റെ സെക്ഷനിലൊക്കെ വന്നു, അതുമൊക്കെ നോക്കി. സംഭവം അടിപൊളിയായിരുന്നു. എല്ലാം നോക്കുകയാണ്. അനുവിനോട് ഞാൻ പറഞ്ഞതിൽ ഒരെണ്ണം എടുത്തോടി, ഞാൻ സ്നേഹത്തോടെ പറയല്ലേ ഒരെണ്ണം എടുത്തോന്നാണ് ആ പറയുന്നത്. പക്ഷെ അവൾ പറഞ്ഞു വേണ്ട. അങ്ങനെ നടന്നപ്പോഴായിട്ട് അതാ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ എന്തെന്നാണ് അതിൻ്റെ പേര്, ബാക്കി അറിയത്തില്ല. ആ സംഭവം ഞങ്ങളുടെ കണ്ണിപ്പെട്ടത് ഗൈസ്. അപ്പോൾ ഇതിന് 600 സംതിങ് രൂപ എന്താണ് റേറ്റ് വരുന്നത് കണ്ടോ. 675 രൂപയാണ് ഈ സാധനത്തിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഒന്ന് ടാറ്റയൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഗൈസ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ എവിടെ നോക്കിയാലും ഷോർട്സിലൊക്കെ ഈ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോസാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അത് കാരണം വാങ്ങിച്ച് കഴിച്ച വീഡിയോസ് ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ 675 രൂപ കണ്ടപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു ഗൈസ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതാ ഈ ഒരു ലോലിപോപ്പ് നോക്കി, അതിനെന്താ 30 രൂപ എന്തോ റേറ്റാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിതാ വേറെ സെക്ഷനിലൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും ഞാൻ അതിലങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി ഭയങ്കര അലമ്പായപ്പോൾ ഞാൻ അവിടെ ഈ ഒരു റാക്ക് കിടന്ന് വെച്ചാൽ അതിനകത്ത് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളിച്ചു കേട്ടോ. കാരണം ആൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് സമയം ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ച് 2 റൗണ്ടേ പോകുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളിൽ നിന്ന് എഴുന്നേക്കുന്നേ ഇല്ല. ആൾക്കതൊക്കെ ഇഷ്ടപ്പെട്ടു പോയി. എന്നോട് പറഞ്ഞു ഒന്നുകൂടി പോകാം ഒന്നുകൂടി പോകാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ട് ആൾ കണ്ട വരാൻ കൂട്ടാക്കുന്നുണ്ടെന്നില്ല. പിന്നെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് വേഗം എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനത്തെ ലുലു സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ 4 നില ഉണ്ടെന്നും പറഞ്ഞാണല്ലോ പോയത്. പക്ഷേ 2 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. ഹാപ്പി ആയിരുന്നു. നമ്മൾക്ക് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിരുന്നു ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വന്നു. രാത്രിയായി. നമ്മൾ പ്രതീക്ഷിച്ചാലും ലേറ്റായി. ഒരു 11 മണിയൊക്കെ അടുത്തായിട്ടുണ്ട് നമ്മൾ വന്നത്. അങ്ങനെ ഇതാ വന്ന് വെള്ളത്തിൽ കയറി തിരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പോലെ തന്നെ ഇതാ രാത്രിക്കാണ് വെള്ളത്തിൽ കൂടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചധികം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആമ്പൽ മൊത്തം വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ എന്തായാലും വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. കൊച്ചിച്ചൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കണം എന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ വന്ന് ഫുൾ വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഇതാണ് പുറകിലത്തെ ആ പാടം ഞാൻ ഇന്നലെ കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ 1-2 എണ്ണമൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇവിടെ ഫുള്ള് ഇതാവും കേട്ടോ. ഇനി വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഇതാകും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ഇന്നത്തേക്ക് 3 ദിവസമായില്ലേ. ഇനി ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ ഡ്രസ്സില്ല ഗൈസ്. അതുകൊണ്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പോന്നിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 3 ദിവസമായില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പോവാണ് ഗൈസ്. വന്ന സമയത്ത് ഭയങ്കര ആളും ബഹളവും ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ കുഞ്ഞമ്മയുടെ മുഖമാണെങ്കിലും പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടമാണ്. വന്ന ഒരു സന്തോഷമില്ല. അത് എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പോകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും സങ്കടമായിരിക്കുമല്ലോ. ഇത്രയും ദിവസം ഹാപ്പി ആയിട്ടൊക്കെ നിന്നിട്ട് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. ഞങ്ങൾക്ക് ആ ഒരു ഇതുണ്ട്. ഇത്രയും ദിവസം 2-3 ദിവസമൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുമെന്ന് എനിക്കറിയില്ല. കാരണം അത്യാവശ്യം ലോങ് ആണ് എൻ്റെ വീഡിയോ. പിന്നെ സ്കിപ്പ് ചെയ്ത് കാണുമായിരിക്കും. എന്തായാലും സാരമില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത്. എനിക്ക് 2 പ്രാവശ്യമായിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നിച്ച് തന്നെ ഇടുന്നത്. ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു എല്ലാം കണ്ടൻറ്റും ഒന്നിച്ച് കിട്ടണമല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഒന്നിച്ചിട്ടത്. അപ്പോൾ എന്താ ഞങ്ങൾ ചേച്ചയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ചയായിട്ടില്ല. രാവിലെയൊക്കെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളിതായി ഇറങ്ങി. ഞങ്ങൾ പോകാൻ റെഡിയായപ്പോൾ തന്നെ കുഞ്ഞോപ്പി ആകപ്പാടെ മൂഡൗട്ടായിട്ട് ആൾ വയ്യെന്നൊക്കെ പറഞ്ഞ് കിടക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ പോരുന്നതിൻ്റെ ആ ഒരു ഫീലാണ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സമയം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിന്നില്ല. കാരണം കൂടുതൽ വിഷമാവില്ല. കാരണം ഞങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ ഇറങ്ങി. നമ്മൾ വണ്ടിയിൽ വന്നിട്ട് വണ്ടിയിൽ കയറുകയാണ് ഗൈസ്. കൊച്ചിച്ചനും കുഞ്ഞമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവിടം വരെ ആക്കാനായിട്ട്. അങ്ങനെ വന്ന് അവരൊക്കെ വന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. എനിക്ക് ഭയങ്കര എന്തോ സങ്കടമായിട്ട് ഇത്രയും ദിവസം നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾക്ക് അതൊരു കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു വിഷമാവുമല്ലോ. അതെനിക്ക് ഭയങ്കര ഫീലായി. പെട്ടെന്ന് ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി ഞാൻ. അങ്ങനെ പെട്ടെന്ന് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ എന്തെങ്കിലും ഇതാക്കിയാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഇനിയും പോവാമല്ലോ. ഈ ഒരു ട്രിപ്പ് തന്നെ അങ്ങനെ ഉണ്ടായതാണ്. പെട്ടെന്നൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞാൽ വാ പോവാം അങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. എന്തായാലും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് തണ്ണീർമുക്കം പണ്ടെത്തിയിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും
വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ, അപ്പോൾ കുടു ഉറക്കാണ്. അപ്പോൾ അതിന് കാറിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ആമി ഏകദേശം തിരിച്ചറിവായിട്ട് വരുന്നത് കാരണം കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ചൂണ്ടിക്കാണിക്കും. ഇപ്പം ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോഴത്തേനും ഏട്ടത്തി നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേണമെന്ന് പറയത്തില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിനെ പിടിച്ചിടിക്കും മിക്കവാറും. കാരണം വാങ്ങിച്ചു കൊടുക്കാതെ അവൾ സമ്മതിക്കത്തില്ല. കുടു കാറിനോട് ഉറങ്ങിക്കിടക്കുന്ന കാരണം ഞാൻ അവിടെ തന്നെ നിന്നുട്ടോ. പിന്നെ ഏട്ടത്തി വെള്ളം കുടിച്ചിട്ട് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നു. ഉപ്പ് സോഡയാണ് ഏട്ടാ വാങ്ങിക്കൊണ്ട് തന്നത്. ഞാനത് കസ്കസ് എന്തിനും ഇട്ടേക്കണമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി പറയാം. ആ ചേച്ചി ചോദിച്ചു കസ്കസ് ഇടണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇട്ടയാന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളം കുടിച്ച് നോക്കിയപ്പോഴത്തേന് ആളിതാ ഉണന്ന് കിടപ്പുണ്ട്. അവിടെ നിന്ന് പോന്നപ്പോൾ കാറിക്കൂടി കിടന്നായിരുന്നു. ആളിതാ ഉണന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഉപ്പ് നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി. ഈ ഒരു ഇതിന് ചെറിയ ടിന്നകത്തുള്ളതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ നോക്കിയിട്ട് എന്താ നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഞാൻ ഏട്ടത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ മൊത്തം മാവാണല്ലോ, അപ്പോൾ കുറച്ച് മാങ്ങയും പറിച്ച് ഇതേപോലെ അരിഞ്ഞ് ഈ ഒരു ടിന്ന് എന്തായാലും ഒരു 7 രൂപ 8 രൂപ റേറ്റിന് ഈ ടിന്ന് എന്തായാലും നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് വിൽക്കാന്നാട്ടാ ഉണ്ണിച്ചേട്ടൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകണം. മണ്ണഞ്ചേരി വഴിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ കുടുനി പിന്നെ സീറ്റിലിരുത്തി കൊടുത്തു. ചേച്ചി വന്നിട്ടുണ്ടല്ലോ, കാരണം ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്തിരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അനിയത്തി കൂടി കാറുമേ ചാരി ഇരിക്കുകയാണ് കേട്ടോ. കുടുനി അങ്ങനെ ഇരിക്കാറൊന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ആളിതാ ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആലപ്പുഴ ടൗണിൽ വന്നപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമല്ലോ. അങ്ങനെ അവിടെ ആലപ്പുഴ ടൗണിൽ തന്നെ നമ്മൾ താഫിൽ വന്നു. നമ്മൾ ഇവിടെ നിന്നാട്ടോ മിക്കപ്പോഴും ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ ബിരിയാണിയാണ് എപ്പോഴും കഴിക്കുന്നത്. ഇന്നിപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, അത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് എന്നാൽ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടത്തെ ഊണാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഓരോ ബിരിയാണി കഴിച്ചു. ഉണ്ണിച്ചേട്ടനായിട്ട് കുടുവിലെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആമി താഴത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പാണ്. ഏട്ടത്തി കുറച്ച് ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. കുടുവിനാണെങ്കിൽ എന്താ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ട് ആള് അതിൽ തന്നെ ശ്രദ്ധിക്കാണ്ട്. എനിക്ക് ചില സമയത്ത് പാവം തോന്നും കണ്ടില്ല, ആൾക്ക് തിന്നണം കഴിക്കാനുള്ള സാധനം ആൾക്കറിയാം കണ്ടില്ല, കൊതി വിടുന്നുണ്ടിരുന്നുണ്ട്. ഒന്നോർത്ത് കഴിഞ്ഞിട്ട് നോക്കിയിരുത്തി കഴിക്കുന്നത് മഹാഭാവമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞിന് വേറെ ആർക്കും കൊടുക്കാൻ പറ്റുമില്ലല്ലോ, നമുക്ക് കഴിക്കാതെ വേറെ നിവർത്തിയില്ല. ആള് പാവം. എനിക്ക് ഇരിക്കണ ഇരിപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നിട്ട് വയ്യായിരുന്നു. കാരണം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പം കിട്ടുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഉണ്ണിച്ചേട്ടൻ കഴിക്കുന്നതായിട്ട് ആൾ നോക്കുന്നത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ശ്രദ്ധയിലൊക്കെ പോയി. കുറച്ച് സമയം അവിടെ ഇരുന്ന് ആൾ ഭയങ്കര അലമ്പയ്ക്കായിരുന്നു. പിന്നെ ഞാനും കഴിച്ചു. ഞാൻ വേഗം കഴിച്ചോട്ടെ, കാരണം ഞാൻ കഴിച്ചിട്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉണ്ണിച്ചേട്ടൻ ഒന്ന് ഫുള്ള് കഴിച്ചൊന്നുമില്ല, കാരണം വെള്ളം കുടിച്ചത് കാരണം അധികം വിശപ്പുണ്ടായിരുന്നില്ല. ഉണ്ണിച്ചേട്ടൻ അവിടെ ചിക്കനൊക്കെ പൊറിക്കുമ്പോൾ ആളവിടെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണല്ലോ. ആള് വെള്ളം ഇറക്കുന്നത് പാവണ്ട്, വിശക്കുന്നുണ്ടായിരുന്നു. കഴിച്ച് ഞാൻ പാല് കൊടുത്തായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട്. പക്ഷെ എന്നാലും ആൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാനുള്ള സാധനം എന്നറിയാതെ കാരണം ആള് പിടുത്തം ഇടുകയാണ് ഉണ്ണിച്ചേട്ടനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് എഴുന്നേറ്റ് വിട്ടോ. ഉണ്ണിച്ചേട്ടനും കുറച്ച് കഴിച്ചുള്ളൂ എഴുന്നേറ്റായിരുന്നു. അങ്ങനെ ആമി എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെയാണ് അവൾക്ക് വിശപ്പ് വരുന്നത്. അങ്ങനെ ബിരിയാണി ചോറാണ് കുറച്ച് കൊടുത്തത്. സാധാരണ ചോറുകൾ കഴിച്ചില്ല. ഉണ്ണിച്ചേട്ടയിൽ നിന്ന് കുറച്ച് ചോറാണ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൈ കഴുകാൻ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു കണ്ണാടി നോക്കിയിട്ട് ഹായ് കാണിക്കടി, ഹലോ ഗൈസ് പറയാൻ പറഞ്ഞു. അവൾ അല്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേനും പറയും, ഫോൺ കാണിക്കുമ്പോഴത്തേനും അവൾക്ക് ഭയങ്കര ഷോയാണ് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നായിട്ട് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഇതുവരെ വേറെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മൾക്ക് ദില്ലി ബസാറിൽ കയറാമെന്ന് വെച്ചാൽ അവിടെ ആലപ്പുഴ ടൗണിൽ തന്നെ. അവിടെ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, നമുക്ക് വിലക്കുറവിൽ കിട്ടുമല്ലോ. അങ്ങനെ പ്ലേറ്റും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കയറിയത്. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഒത്തിരി സമയം നമ്മൾക്ക് അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. കാരണം കുരുപ്പ് പിടിച്ചതായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിമറിച്ചൊക്കെ എല്ലാം കളയും. പിന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, പൊട്ടുന്ന സാധനം കണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ നോക്കി. പിന്നെ ഗ്ലാസ് വാങ്ങിക്കണമായിരുന്നു, ഗ്ലാസ് വാങ്ങിച്ചു. പിന്നെ ഇന്ന സമയം കൊണ്ട് ഒരു കുട ആൾ വാങ്ങിയിട്ടുണ്ട്. അത് ആൾ കൊടുക്കാനും സമ്മതിക്കുന്നില്ല, ബില്ലടിക്കാനും പോലും കൊടുക്കണുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കയ്യെ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബില്ലടച്ചത്. അങ്ങനെ നമ്മൾ തിരിച്ചേട്ടത്തിന് വീട്ടിൽ വന്നു. ഏട്ടത്തി വന്നില്ല കേട്ടോ, പോയതിൻ്റെ ക്ഷീണം. അപ്പോൾ ഏട്ടത്തി പറഞ്ഞ് വയ്യ, തലവേദനയൊക്കെ ഉണ്ട്, അപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ണിച്ചേട്ടനും കൂടി നമ്മുടെ കൊച്ചുകളവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസമായല്ലോ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ പോരുവാണ്. ഞങ്ങൾ പോരുന്നതിനായിട്ട് ആ കീറി പൊളിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ ഏട്ടത്തി അകത്തോട്ട് കൊണ്ടുപോയിക്കോ, കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടിട്ട് ഏട്ടത്തി പിന്നെ അവളെ അകത്തോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ പോകുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ, കുടു പോകുന്നതിൻ്റെ സങ്കടമാണ് ആൾക്ക്. അവളെ
ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് അവളെ കൂട്ടാതെ ഞാൻ കുടുവായിട്ട് പോകുന്നത്, അതുകൊണ്ടിട്ടാണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കൊച്ചുവെള്ളം എടുത്തിട്ട് ഞങ്ങൾ കൊച്ചുവെള്ളം തൊഴിഞ്ഞ് അങ്ങോട്ട് പോകണം ഗൈസ്. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, നമ്മൾക്ക് വീട്ടിലേക്ക് പോകണം. ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബോട്ടിലും പോകാം, പക്ഷെ നമ്മളുടെ അവിടെ വെള്ളമാണല്ലോ. പിന്നെ ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇതിനപ്പം അങ്ങോട്ട് പോവാണ്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടും വിളിച്ചും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലൊക്കെ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഈ 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലാതെ ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഇട്, നിൻ്റെ സംസാരം കേൾക്കാൻ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ നല്ല ഭംഗിയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല നമ്മുടെ സ്ഥലം കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഹൗസ് ബോട്ടും വെള്ളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അതുപോലത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഇടാവോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ ഈ ലോങ് വീഡിയോയിൽ ഇങ്ങനത്തെ കുറച്ച് പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്താണെന്ന് വെച്ചാലും കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാൻ കേട്ടോ. എന്ത് പറഞ്ഞാലും ഞാൻ അതിന് ഉള്ള മറുപടി ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാം. അപ്പം ഞാൻ നെക്സ്റ്റ് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമാണ്, 4 മണിയൊക്കെ അടുത്തായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ലോണം ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു കൊച്ചുവെള്ളത്തിൽ തന്നെ പോകാനായിട്ട് നല്ല രസമായിട്ട്. എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളത്തിൽ കയറാൻ പേടിയായിരുന്നു. കാരണം നമ്മളുടെ അവിടെ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പുലിയാണ് ഗൈസ്. എനിക്ക് ഈ വെള്ളം ഓടിക്കാൻ അറിയത്തില്ല, എഞ്ചിൻ വെള്ളം എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. മറ്റേ വെള്ളം ഞാൻ തുഴയും, പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. എല്ലാം പഠിക്കണം എന്നാണ് ആഗ്രഹം. കുട്ടനാട്ടിലല്ലേ കല്യാണം കഴിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നീന്താൻ പഠിക്കണം, അതുപോലെ തന്നെ എനിക്ക് വെള്ളം തുഴയാൻ പഠിക്കണം, എല്ലാത്തിനും ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം പതിയെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ വന്നു ഗൈസ്. 3 ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന് വെള്ളം അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. 2-3 മഴ കൂടി പെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടിയൊക്കെ നമ്മൾക്ക് വള്ളത്തിന് ഓടിച്ച് നടക്കാം. അത്രയും അതിൽ നമ്മൾക്ക് അകത്തേക്കൊക്കെ വെള്ളം കയറും. അങ്ങനെ നടന്ന് ഞാൻ വീട്ടിലേക്ക് വരുവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാനായിട്ട്, പുതിയൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം തന്നെ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.